ഹലോ ഹായ്. കുറേ നാളായിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നില്ല, കുറേ നല്ല തിരക്കിലൊക്കെ ആയിരുന്നു. ഇപ്പം ഞാനിപ്പം വീഡിയോ ഒക്കെ ഒന്ന് പൊടി തട്ടി എടുക്കാം എന്ന് വിചാരിച്ച് വന്നിരിക്കുകയാണേ. ഇതിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ചിക്കൻ ഉണ്ട്. അപ്പോൾ ഞാനൊന്ന് കുമ്പളങ്ങയായിട്ട് പാലക്കാടൻ സ്റ്റൈലിൽ വയ്ക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനതിന് കുറച്ചൊരു അര കിലോയും കുറച്ച് കൂടുതലുണ്ട്. അത്രയും ചിക്കൻ എടുത്തു. അതിലേക്ക് നമ്മൾ മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കുകയാണ്. മല്ലി, മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലയൊക്കെ ഇട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് മാറ്റി വെച്ചു. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ചതച്ച് മാറ്റി വെച്ചു. കുറച്ച് തേങ്ങ വേണം. തേങ്ങ അരച്ചിട്ടുള്ള കറിയാണിത് ഉണ്ടാക്കുന്നത്. പിന്നെ കുമ്പളങ്ങ നമ്മൾ വെട്ടി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം തന്നെ ഉള്ളിയും സവോള നന്നായി വഴറ്റി കൊടുക്കുന്നു. അതിലേക്ക് പച്ചമുളകും ഇട്ട് നന്നായി വഴറ്റിയതിന് ശേഷം നമ്മുടെ വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും ഇഞ്ചിയും ഒക്കെ ചതച്ചത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. നന്നായി വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. കറിവേപ്പിലയൊക്കെ ഇട്ട് വഴറ്റിക്കൊണ്ടിരിക്കുന്നു. ചെറുതായി മുറിച്ച് വെച്ച ഒരു അര കഷ്ണം വലിയ തക്കാളിയുടെ ഒരു അരമുറി അതും ഇട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇത് നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് ഞാനിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ മസാലയൊക്കെ പുരട്ടി മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് നന്നായിട്ടൊന്ന് ഇത് ചെയ്യണേ, നന്നായിട്ടൊന്ന് വേവിക്കുകയാണ്. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് ഇത് വേവിക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഗ്രേവി ടൈപ്പ് കറിയാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ തൃശ്ശൂരുകാർക്കൊന്നും ഇത് ഇഷ്ടമല്ല. ഇവർ പറയുക ഇത് ചിക്കൻ സാമ്പാറാണ് നിങ്ങളുടെ നാട്ടിലുണ്ടാക്കുക എന്ന് പറയും. പക്ഷേ എനിക്ക് ഇഷ്ടമാണ്. പാലക്കാട് ഞങ്ങളിതൊക്കെ നന്നായിട്ട് കഴിച്ചിട്ടുള്ളതാണ്, എനിക്കിഷ്ടം. പക്ഷേ ഇവിടെ ഇതിങ്ങനെ വെക്കാറേ ഇല്ല. അപ്പം ഞാൻ വെക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ വെച്ചതാണ്, വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഒന്ന് 2-3 ആവി കയറ്റി വെന്ത് വന്ന സമയത്ത് നമ്മൾ കുമ്പളങ്ങയും കൂടി ഇട്ട് കൊടുക്കണം. കാരണം കുമ്പളങ്ങ വേഗം വേകുന്നതായതുകൊണ്ട് രണ്ടും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വേവിച്ചു. തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്, തേങ്ങ അരച്ചത് ഒഴിച്ചു. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.